ഞാനാണ് അച്ഛൻ്റെ സ്വന്തം സഹചാരി. സീറ്റിൽ നിന്നിട്ട് കാര്യത്തിൽ കഷ്ടി ചാടി തണ്ടുമ്മ അച്ഛൻ സൈക്കിളിൽ കയറിയിരുന്നു, ചാടി ഇറങ്ങി. പണ്ടാറക്കാലെന്നുള്ള വിളികളെല്ലാം വീട്ടിൽ നിന്ന് കേൾക്കാം. നാട്ടുപുറത്ത് അതൊക്കെ ഒരു ഉത്സവമാണ്, ഭയങ്കര രസകരമായി കൊണ്ടാടുമായിരുന്നു. ചാക്ക തിന്ന് തവിട് പൊടിയാവുന്നു. ഇവിടെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സമയം പുലർച്ചെ പര അങ്ങനെ വെളുത്തു വരികയുള്ള മൂടലാണ്. നല്ല അന്തരീക്ഷമാണ്, നല്ല തണുപ്പ്. എന്താ പറയുക, നമുക്ക് കണ്ണിന് സൂര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് ഉദിച്ച് ഇങ്ങനെ പതുക്കെ വരുന്നു. അങ്ങനത്തെ കാലാവസ്ഥയാണ് കേട്ടോ. കാലത്ത് കുടിയിലേക്ക് നോക്കാം, കഞ്ഞി അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് സാരിക്ക് കടയിലേക്ക് പോകുമ്പോഴേ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്, അല്ല ചോറ് കൊണ്ടുപോകാറുണ്ട്, അതിൻ്റെ ഒപ്പം ഒന്നുമില്ല, കൂട്ടാൻ വയ്ക്കാൻ വലുതും വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ വാങ്ങിച്ചാണ് ചിക്കൻ. കാലത്ത് തന്നെ ചിക്കനും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ഇവിടെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ വല്ല തൈരോ മോരൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകണം. ആ, അവന് തൈര് സ്കൂളുണ്ട്. അപ്പൊ ആദ്യം തന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞില്ലേ, മുരുകണ്ണനും കുമാരിയേച്ചി വന്നിട്ട് ചിക്കൻ പെരട്ടുണ്ടാക്കിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ സ്പെഷ്യലി എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു സാധനവും ഇഷ്ടപ്പെടില്ല, എല്ലാത്തിനും കുറ്റം പറയും അമ്മ. ആദ്യമായിട്ടാണ് അമ്മ അന്ന് എൻ്റെ ഒരു വെച്ചൊരു കറി ഇഷ്ടപ്പെട്ടു എന്നിട്ട് കഴിക്കണം. അതും അമ്മയ്ക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തതാണ്, ബ്രോയിലർ ചിക്കൻ. അപ്പോൾ അന്ന് ഞാൻ വെച്ച രീതിയാണ് വെക്കാൻ പോണേ കേട്ടോ. ഇതിൽ തന്നെ ആക്കി വെച്ചാൽ മതിയാ, ഇതിൻ്റെ അടിയിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ഞാൻ ആക്കിയപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു കഷ്ണങ്ങളാക്കാൻ, പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. വലിയ കഷ്ണങ്ങളായി പോയി. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ചെയ്ത്, അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായേനെ, ഒന്നുകൂടി അതിൽ പിടിച്ചിട്ടേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് ഈ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ചൂടാക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, ടീസ്പൂണിൻ്റെ കോലം വളഞ്ഞു. അതിപ്പോൾ കോഴി ഒരു 1/2 കിലോന് മീതിൻ്റെ കേട്ടോ, 3/4 കിലോൻ്റെ അടുത്തുണ്ട് ഇറച്ചി. മഞ്ഞൾപ്പൊടി ഇളക്കുണ്ട്, ചൂടാക്കും. ചൂടാക്കുമ്പോൾ ചുമ വരും, ചൂടാകുമ്പോഴേക്കും ചുമച്ച് തുടങ്ങി വന്നു. ഞാൻ ഈ ചട്ടി കഴുകുക, നിനക്ക് ചെറുനാരങ്ങ എടുത്താ? ചെറുനാരങ്ങ എടുത്തിട്ടില്ല. ചെറുനാരങ്ങ ഇപ്പോൾ വേണോ? അതെവിടെ ഉണ്ടാവും. ചൂടായിട്ടാ അത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി വേണ്ട ഒരു സാധനം ചെറുനാരങ്ങ നീരാണ്. കിട്ടിയാ? ആ, ഇത് നമ്മുടെ ചെറുനാരങ്ങ ഒരെണ്ണം മുന്നേ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇത് പിന്നെ 2 പഴുത്തില്ലേ? ഒരെണ്ണം മതി, ഒരെണ്ണത്തിൻ്റെ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചാൽ മതി. ഫ്രഷ്. ഈ സാധനം കാണുമ്പോൾ എന്തിട്ട് തോന്നുന്നറിയോ, ലിറിൽ സോപ്പില്ലേ, ലിറിൽ സോപ്പിൻ്റെ പരസ്യം കണ്ടിട്ട് സരിത പണ്ട്, അതിൽ ചെറുനാരങ്ങയാണ് അതുള്ളത്. പുറത്തേക്ക് ഒഴിക്കല്ലേ, അത് കുറച്ചുള്ളൂ. ധന്യ വേണമെങ്കിൽ മുറിക്കാം. നിനക്ക് എന്തോരം വേണം അതിലേക്ക്? അങ്ങനെ ഞാൻ ചെരിച്ച് പിടിച്ച് ഒഴിക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിച്ചു, അങ്ങനെ ഞെക്കി കൂടെ ചെരിച്ച് പിടിച്ചിട്ട് ആക്കണേ. അത് മുഴുവൻ ഇതിലേ പോവാ കൂടുതൽ. വേണ്ട, ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇത്തിരി ഉണ്ടാവുള്ളൂ നേരിയതിൽ. അന്ന് ഞാൻ മറ്റേ എന്താ പറയുക, അരിപ്പ പാത്രത്തിൽ കുറേ സമയം വെച്ചു. നന്നായിട്ട് എൻ്റെ വെള്ളമൊക്കെ വാന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ടേസ്റ്റിന് ചേട്ടാ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, വെള്ളം വാന്നു ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇത് ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, ഇപ്പോഴും ഇത് വലിയ കഷ്ണങ്ങൾ തന്നെയാണ്. ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ, കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി ആദ്യം തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള സബോളയും സാധനങ്ങളൊക്കെ നന്നാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം കിട്ടും. ഈ തൊലി കളയാൻ നിൽക്കണ്ട, ഈ കട്ടൻ ചായ കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോവാ, ഞാൻ ശരിയാക്കാം. ഞാനാക്കാം അപ്പോഴേക്കും. തൊലി മാത്രം കളഞ്ഞാൽ മതി, അരിയിൽ ഞാൻ ചെയ്തോളാം. വിശ്വാസമില്ല. അല്ല ചേട്ടാ, അതിനെ കണ്ടം തുണ്ടായി വെട്ടി നോക്കും. അതൊക്കെ പണ്ടല്ല, ഇപ്പോഴും അങ്ങനെ
സബോളയൊക്കെ ഇത്തിരി മതിയില്ലേ? സബോള ഈ സബോള ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ, ആ സബോള മതി. വെളുത്തുള്ളി, ഇഞ്ചി. ഏതാ ഇടത് കയ്യിലത്തില്ല എനിക്ക്? നിൻ്റെ നല്ല കടുപ്പുണ്ട്. ഇത് ചായ. ആ ചായ. ചായ അത് കാപ്പി. നമ്മുടെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛല്ലേ, എൻ്റെ അച്ഛൻ ഭയങ്കര ചായ കുടിക്കാരനാണ്. ചായ എത്ര ചായ കൊടുത്താലും അച്ഛൻ കുടിക്കും. ചോറുണ്ട് എൻ്റെ പിന്നാലെ, ചോറുണ്ട് കൈ കഴുകാൻ പോണ വഴിക്ക് അച്ഛന് ചായ വേണോന്ന് ചോദിച്ചാൽ അച്ഛൻ തന്നോന്ന് പറയും. കാലത്ത് അച്ഛന് ഓട്ട് കമ്പനിയാണ് പണി. ഓട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി വെച്ചിട്ടുണ്ടോ? ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അരിയുണ്ടോ ഓട്ട് കമ്പനിയിലേ ഈ കാലത്ത് അതിരാവിലെ പോകണം. ബാക്കിയുള്ള പണിയുടെ പോലെ കൂലിപ്പണിയുടെ പോലെ കാലത്ത് 8 മണിക്ക് പോയിട്ട് 6 മണിക്ക് വരുന്ന പരിപാടിയല്ല. കാലത്ത് 5:30 പടവരാട് പള്ളിയുണ്ട് ഇവിടെ. പണ്ടത്തെ കാലം എന്നിട്ട് പറഞ്ഞത്. പടവരാട് പള്ളിയിൽ പാട്ട് കേൾക്കും, റെക്കോർഡ് വയ്ക്കും. കോളാമ്പി വെച്ചിട്ട് റെക്കോർഡ് വയ്ക്കുക. അതിൻ്റെ ഫസ്റ്റ് പാട്ട് എന്നറിയോ? നിത്യവിശുദ്ധയം കന്യാമറിയാമം പള്ളിന്നാണ് പാട്ട് കേൾക്കുക. അതിന് മുന്നേ അച്ഛനെ എണീറ്റുണ്ടാവും. അതിന് മുന്നേ കറക്കും ഞങ്ങൾ പശുവിനെ കറക്കും. അമ്മ എണിപ്പിക്കും. പശു ഇല്ലാത്ത സമയത്ത് കട്ടൻ ചായയാണ് വയ്ക്കുക. അച്ഛന് കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല, പാൽ ചായ ആയാലും കുഴപ്പമില്ല. പാൽ ചായ കൂടുതൽ ഇഷ്ടമായി. അതെന്ത് ഇങ്ങനത്തെ ഗ്ലാസ്സിലൊന്നും അച്ഛന് കൊടുത്താൽ പോലെ, അച്ഛന് വലിയ കപ്പ് വേണം. അതിപ്പോഴാണ്, പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ലോട്ട ചെറിയ സ്റ്റീൽ ഗ്ലാസ്സുകളാക്കിയിരുന്നു. എന്നിട്ട് കാലത്ത് അപ്പം മരത്താരിയാണ് ഓട്ട് കമ്പനികളുള്ളത്. ഓട്ട് കമ്പനിയിൽ അവിടേക്കാണ് അച്ഛനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അച്ഛൻ സൈക്കിൾ ചവിട്ടിയില്ല, ഞാനാണ് അച്ഛൻ്റെ സ്വന്തം സഹചാരി. സൈക്കിളിൻ്റെ ബാഗിൽ അച്ഛനിരിക്കും, ഞാൻ ചവിട്ടി കൊണ്ടുപോകും. വണ്ടികളൊന്നും ഇല്ല, ധൈര്യമായിട്ട് നമുക്ക് പോവാം. കാളവണ്ടിയും ഇടയ്ക്ക് വല്ല കാറുകളോ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിലാണ് പോയെങ്കിലായി എന്നുള്ള ലെവലിലാണ്. മനുഷ്യന്മാരെ കാണാം. ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് ഇവിടെ നിന്ന് തൊട്ടിട്ട് മരത്താരിക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അവിടെ മറ്റുള്ള എല്ലാവരും പരിചയമായിരിക്കും. നടന്നു പോണവരും പള്ളിയിലേക്ക് കാലത്ത് ഈ പുലർച്ചെ പോണവരൊക്കെ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ട് അവിടെ അച്ഛൻ. ഇവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പടവരാട്, അതായത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പടവരാട് ഈ മിനി എസ്റ്റേൻ്റെ കയറ്റെത്തുമ്പോൾ ഇടത് വശത്ത് ഒരു ചായക്കടയുണ്ട്, പൊന്നാംകുളത്തിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട്. ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ പുറംപോക്കിൽ ഒരു ഓല ചായ്പ്. അവിടെ പ്രായമായവരെല്ലാവരും വരും. അവർ വന്നിട്ട്, അതായത് ഒരു ചേർത്തിയാർ മറ്റേ മണ്ണുകൊണ്ട് പൊത്തിയിട്ടുള്ള അടുപ്പാണ്. അതിൽ ചായയൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുക്കും. പലകാരം എന്ന് പറയാൻ കുറച്ച് കഴിയുമ്പോൾ പൂട്ട് ഉണ്ടാക്കും. പൂട്ടും കടലയും അങ്ങനത്തെ സാധനങ്ങളുള്ളൂ, നിസ്സാരമായിട്ട് സംഗതിയിലുള്ളൂ. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ പൂട്ടും. അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കും. പിന്നെ അവിടെ തുറന്നിട്ടില്ലെങ്കിൽ ചില സമയത്ത് ചേർത്തിയാർ ഇത് വരുന്ന നേരം ഈ തൊട്ടപ്പുറത്ത് കുറച്ച് മണി പടവരാട് സെൻറ്ററിൽ വേറെ ഉണ്ട് പൊന്തേക്കൻ്റെ ചായക്കട. അവിടെ നിന്ന് ചായ കുടിക്കും. അപ്പോൾ ചേട്ടനോ? ഞാൻ ചായ ഒന്നും കുടിക്കില്ല. ഞാൻ പുറത്ത് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചായ കുടിയുടെ കാര്യത്തില്ല പറയാൻ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ അച്ഛനെ. എന്നിട്ട് പിന്നെ ഞാൻ കുടമാക്കി അവിടെ പോയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് സൈക്കിൾ വരും. എന്നിട്ട് പിന്നെ കാലത്ത് ചോറ് ഇതൊക്കെയായിട്ട് വീണ്ടും എല്ലാവർക്കുള്ള ചോറായിട്ട് വീണ്ടും ഓട്ട് കമ്പനിയിൽ പോയിട്ട് ചോറ് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. മനസ്സിലായേ? അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും അച്ഛനെ കൊണ്ടുവന്നാക്കേണ്ട വലിയ, ചില ദിവസം ചെറിയേട്ടനായിരിക്കും അച്ഛന് പകരം പോവുക. അപ്പോൾ ഈ ചായകടീൻ്റെ ഇടാം, ഇവിടുത്തെ ആദ്യത്തെ ചായകടീൻ്റെ ഇടാം. അവരൊക്കെ സൈക്കിളുമേ, എല്ലാവരും സൈക്കിളുമേ. 3 സൈക്കിളുണ്ട് നമ്മുടെ വീട്ടിൽ. 4 സൈക്കിൾ ഉണ്ടായിരുന്നുണ്ട്. ഒരു സൈക്കിൾ, ഫസ്റ്റത്തെ സൈക്കിള് BS സൈക്കിൾ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കനറ ബാങ്കിൽ നിന്ന്. 625 രൂപയായിരുന്നു ആ സൈക്കിളിൻ്റെ വില. BS സൈക്കിളേ എന്താ ഇപ്പോഴും ആ സൈക്കിളിന് അതിനെ വെച്ച് നോക്കുമ്പോൾ ബൈക്കുകളുടെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അതിന് വില കൂടിയിട്ടില്ല. അതിന്റെ നൊസ്റ്റാൾജിയ തലയ്ക്ക് അടിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് തുരുമ്പ് പിടിച്ചേതാണ്ട് അത് പോവാറായി. അതിന് ഞാൻ പെയിന്റ് അടിക്കുന്ന നടത്തുന്നുണ്ട്. അതെ, അത് പോട്ടെ, അത് വിട്ടുകളാ. എന്നിട്ടേ ഈ ചായകടീൻ്റെ ഇട്ടാ, ഈ ചായകട അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ചായകടയായിരുന്നു കേട്ടോ. നമ്മൾ പാല് കൊടുക്കണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഞാൻ പാല്
കൊണ്ടുപോയി കൊടുക്കുക. അച്ഛൻ പണിക്ക് പോകാത്ത സമയത്ത് ഞാൻ പാല് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ പിന്നെ ഈ ചായക്കട ഉണ്ട് കേട്ടോ. ഈ ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് കുറച്ച് സ്വല്പം നീങ്ങിട്ട് തന്നെയാണ്. ഒരു നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു ചായക്കട. പുറമ്പോക്കിൽ ഇതിങ്ങനെ ഓലക്കൊടിയിലായിട്ട് ഒരു ചായപ്പ് ഇങ്ങനെ തലയൊക്കെ കുനിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ. മണ്ണെണ്ണ വിളക്ക്, ചെമ്മണി, മറ്റേ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ആളുകൾ ചായ കുടിക്കാനും ഒക്കെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പാല് കൊടുക്കും. 3 കുപ്പി പാലാണ് നമ്മുടെ അവിടെ കൊടുത്ത് തുടങ്ങും. സരിത കാലത്ത് കറന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഞാൻ പോകാത്ത ദിവസം എൻ്റെ നേരമൂത്ത ഷാജൻ ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങൾ 2 പേരാണ് പശുവിനെ മാറി മാറി കറക്കണ ആളുകൾ. ബാക്കി ആർക്കും ഇവിടെ കറവ് പഠിച്ചിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല. കാലത്ത് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരതിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലാണ് പൈസ കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ മറ്റേ സ്ഥലമുണ്ട് പൊന്തേക്കൻ്റെ അവിടെയും ഈ പാല് കൊടുക്കും. 5-8 കുപ്പി പാലുണ്ടാവും, ബീറും കുപ്പി പോലത്തെ, അതിലാണ് പാല് കൊടുക്കുക. അവിടെ നിന്ന് പൈസ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് നോക്കുന്നില്ല. പൊന്തേക്കൻ്റെ ഒരു പ്രായമായിട്ടുള്ള ആളിനുണ്ടാ. ആ മാമ ഈ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ആളെ ഭാര്യ. ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പ്രായമായിട്ടുള്ള അമ്മാമ എന്ന് പറഞ്ഞിട്ട് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്നിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോള് പണ്ട് കാലത്ത് ടി വിയിൽ വരില്ലോ, ഒറ്റ കളി വിടില്ല ആള്, എല്ലാ കളിയും കാണും. ആളിപ്പോൾ കുറച്ച് 5-6 കൊല്ലമായിട്ടുള്ള മരിച്ചിട്ടുന്നുണ്ട്. 90-100 വയസ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പൊന്തേക്കൻ്റെ ആ പാപ്പന് 100 വയസ്സൊക്കെ കടന്നു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പൈസ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പൈസ ഒന്നുമല്ല, ആൾ വർത്താനം പറയില്ല, ആരോടും വർത്താനം പറയില്ല. അപ്പാപ്പൻ എല്ലാവർക്കും ചായ കൊടുക്കുന്നത്, ആർക്ക് ചായയാണോ കാപ്പിയാണോ ഒക്കെ വേണ്ടതെന്നുള്ളത് ആൾക്കറിയാം. ഒക്കെ ഈ വെള്ളത്തിൽ മറ്റേ സാധനമില്ലേ അതിൽ തിളപ്പിച്ച് ചായ എടുത്ത് കൊടുക്കലാണ് പരിപാടി. അപ്പോൾ നമ്മൾ പൈസ വേണമെങ്കിൽ ഇതിങ്ങനെ ആൾ ചായ ഒരു കുഞ്ഞ് ചായ കടീന്ന് കേട്ടാ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ കുറേ നേരം നിൽക്കണം, പാല് കൊടുത്തിട്ട്. പാല് ആള് പിടിപിടുത്തന്നെ മറ്റേ കലത്തിൽ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിൽക്കുമ്പോൾ ആള് നോക്കുന്നില്ല. അപ്പം ചെയ്യാന്നറിയോ, അതില് പൈസ ഉണ്ടാവും, ഏത് ഈ വലിപ്പിൽ പൈസ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് നോട്ടാണ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് തരും. എണ്ണാനും സമയമില്ല ആൾക്ക്. പക്ഷെ ഒരിക്കലും നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് അങ്ങോട്ട് തരാണ്ടാവും പൈസ. അതില് പൈസയെ ആളെടുത്ത് തരുന്ന പൈസ ഇല്ലേ എന്നും നമുക്ക് തന്നെ കുറവായിരിക്കുന്നു, ഒരിക്കലും കൂടുതലായിട്ട് പോയില്ലാന്ന്. ഇവരാണെങ്കിൽ പൈസ കിട്ടുന്നത് നമുക്ക് ഇപ്പുറത്തെ ഈ ചായ കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുന്ന ആഴ്ചയിൽ ഒരിക്കലും കിട്ടാം. കറക്റ്റായിട്ട് തരും. കറക്റ്റായിട്ട് തരും. അയാളും തരാതിരിക്കുന്നില്ല. നമ്മൾ ചില സമയത്ത് ഉച്ചരിഞ്ഞൊക്കെ പോയിട്ട് സൈക്കിളും പോയിട്ട് അവിടെ പോയിട്ട് നിൽക്കും. അങ്ങനെ ഈ ചായക്കട നല്ല രീതിയിൽ നടന്നു പോകുന്ന ടൈമിൽ ഒരു ദിവസം ഇവർ ഭാര്യയും ഭർത്താവോട് വഴക്ക് കൂടി. ഇവിടത്തെ അപ്പാപ്പനല്ല, അപ്പം അവിടുത്തെ ഇവർ വഴക്ക് കൂടിയിട്ട് ഇവര് ഭയങ്കര ആരോഗ്യവാനാണ് ഇയാളൊക്കെ. ഒരു 6 അടി വീരുണ്ട് ഈ ഇവിടുത്തെ ചായക്കട, ആദ്യത്തെ ചായക്കട എന്ന് പറഞ്ഞില്ലേ. വഴക്ക് കൂടിയിട്ട് ആ ചായക്കട അന്ന് കത്തിച്ചു. എന്തൊട്ട് തേങ്ങ ആ ചായക്കട കത്തി. ആ ചായക്കട പിറ്റേ ദിവസം കാലത്ത് കത്തിച്ചു എന്ന് നമ്മൾ കേട്ടുകൊണ്ട് കേട്ടാ. ആൾ കത്തിച്ചു എന്നാണ് ഇതായത്. ഇവരൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരുന്നു. ഈ ചേടുത്തിയാർ, ഈ ചായ ഉണ്ടാക്കുന്നത്, ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചേടുത്തിയാരാണ്. ആ ചേടുത്തിയാർ നല്ല ആരോഗ്യം. ഇയാൾ ഭയങ്കര ഗടാഗടിയുടെ ഒരു പട്ടാളക്കാരെ പോലുള്ള ഒരാൾ. അങ്ങനത്തെ ഇതാക്കിയാണ് അവരായിരുന്നു ചായക്കട നടത്തി വന്നത്. അത് കത്തി. ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ പാലും കൊണ്ട് പോകുമ്പോണ്ട് അവിടെ അസ്ഥിപഞ്ജരം മാത്രം, കുറച്ച് മണ്ണിൻ്റെ അടുപ്പും. പിന്നെ ഞാൻ ചേട്ടൻ ഇവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞു വന്ന് വരരുത് കേട്ടപ്പോൾ വിചാരിച്ചു പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ആ സ്ഥാനത്ത് പുതിയ ചായക്കട. കാരണം ഇവർ രണ്ടാളെ ഭയങ്കര ആരോഗ്യമുള്ളവരുള്ളത്. ഇവർ രാത്രി കൊണ്ട് ഫുള്ള് ചായക്കട കെട്ടിയുണ്ടാക്കി എന്നാണ് പറയാൻ വരരുതെന്ന് വിചാരിച്ചു. കാരണം ഇവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടേ. അല്ല നല്ല സിനിമകളിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് തരില്ലേ ഡയറക്ടർമാര്. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഇവനായിരിക്കും വില്ലൻ, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കാണിക്കുന്നത്. പിന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സീനുകളൊക്കെ എന്തിനായിരുന്നു ഈ പടത്തിലെന്ന്. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം. അതുപോലെ ചേട്ടൻ ഇവരെ ആരോഗ്യത്തിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ്. അല്ല അത് പറയാൻ കാരണമുണ്ട്, ഞാൻ പറയില്ല. എന്നിട്ട് പിന്നെ ആ ചായക്കട ഒരിക്കലും ഉണ്ടാക്കിയില്ലേ? അതങ്ങനെ ചായക്കട ഉണ്ടാക്കിയില്ല. പിന്നെ എന്തിട്ടാണ്ട് അവിടെ കെട്ടാനായിട്ട് എന്തിട്ടാണ്ട് മറ്റേ പഞ്ചായത്തിന്റെ ലൈസൻസ് കിട്ടില്ല. പുറമ്പോക്കിലാവുമ്പോ നിന്ന് പോണത് പോവാം.
പുതിയത് പണിയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അങ്ങനെ എന്തോ ഉണ്ടായി. എന്നിട്ട് പിന്നെ ഇവരെന്ത് ചെയ്തു? പിന്നെ പറ്റുള്ള ജീവിതം പോയി, വരുമാനം നിലച്ചില്ലേ. പിന്നെ ഇങ്ങേര് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇങ്ങേര് ഉണ്ട് ഒരു ദിവസം വടിയും കുത്തി പിടിച്ചിട്ടേ നമ്മുടെ അവിടേക്കൊക്കെ ഈ മറ്റേ ഈ പിച്ച കണ്ടാൻ വന്നോണു ആള്. അതെ, അത്രയും താന്നുപോയി. അത്രയും തായി. അപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തറവാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട് പണ്ടത്തെ ഓടുത്ത വീട് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അറയം, വലിയ നീളത്തിൽ ഒരു അറയം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ഒരു ചായപ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലാണോ? ആ ഫ്രണ്ടിൽ അപ്പുറ സൈഡിൽ നമ്മുടെ വീടിൻ്റെ പടിയിൽ അവിടെ നിന്ന് വരില്ലേ ആ സൈഡിൽ. ഞാനൊക്കെ ഉള്ള സമയത്തുള്ള അറയം ചെറുതാ. അറിയാൻ തന്നെ അത് നല്ല നീ വലിപ്പുണ്ട്, ചെറുതൊന്നും അല്ല, നല്ല വലിപ്പുണ്ടത്. അപ്പോൾ ആ അറയം ഇങ്ങനെ തറയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മറ്റേ ഈ കാശിന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അറിയില്ല. ഒരു ദിവസം ഉണ്ട് ആള്. അപ്പം ഞങ്ങൾക്കൊക്കെ ദേഷ്യമായിട്ടാ ഈ ചായ അല്ല, ഞങ്ങൾ മൊത്തത്തിൽ നാട്ടുകാർ എല്ലാവർക്കും ദേഷ്യമായി ഇയാളെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗം, ഭാര്യയായിട്ട് വഴക്കൂടിയാൽ എന്തൊന്നും അറിയില്ലേ, നമുക്ക് കേട്ടിട്ടുള്ള പരിചയമുള്ളതൊക്കെ. എന്നിട്ട് കാലത്തുണ്ട് ആളേ എന്താ ഞാൻ കാലത്തിൻ്റെ ആള് വടിയും കുത്തി പിടിച്ചിട്ട് നമ്മുടെ ഈ ഇറയത്തേക്ക് കയറി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വാതിലുമ്മ മുട്ടി. ഇങ്ങേരാന്നറിയില്ല. ഇപ്പുറത്തോടെ വന്ന് നോക്കിയപ്പോഴുണ്ട് ഇങ്ങേരാ. അപ്പം ഞാൻ സജീവൻ അവിടെ ഇല്ല. നോക്കിയപ്പോൾ അയാൾ പറഞ്ഞ് എന്തെങ്കിലും തരാനെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ ഒന്നുമില്ലല്ലോ, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ കണ്ട് ചൂടായിപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ തന്നെ ചൂടാവണത്? ചേട്ടൻ നല്ല ആരോഗ്യം ഉണ്ടല്ലോ. അപ്പോൾ വടി ഒരു വെറുതെ ഒരു തമാശക്ക് പിച്ചക്കാരനാണോ കയ്യിൽ വടി വേണല്ലോ അല്ലേ? ഇന്ന് കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. ശരിയാ. എന്നിട്ട് ഇയാള് കയറി വന്നിട്ട് എന്തൊരു ഞങ്ങളൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞു ഞങ്ങളെ. പറഞ്ഞിട്ട് ആള് കാശിരിക്കും വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പൊക്കോളാം സജീവൻ പൊക്കോലിപ്പോൾ ഞങ്ങൾ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. സജീവിനെ വിളിച്ചിട്ട് പറയും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ സജീവ് ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചാൽ നീ നാട് ഇറക്കാമെന്ന്, ഈ ചവിട്ടുമ്പോൾ ഇറക്കാനായിട്ട്. അപ്പോൾ സജീവൻ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് കയറിയതല്ല, തന്നെ ഇറങ്ങി പോക്കോളാൻ പറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോയി. അല്ലാന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വരുമാന മാർഗം ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ ദുരന്തം പര്യവസാനിച്ചത് പണിയെടുത്തോടുന്നവര് അവരുടെ പണി നിർത്തിയപ്പോ വയ്യാണ്ടായി. അതോ ഇനി പിച്ച തണ്ടുമ്പോ നല്ല ആരോഗ്യത്തിൽ വന്ന് പിച്ച തണ്ടാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഇങ്ങനെ ആളിങ്ങനെ വളഞ്ഞു കൂട്ടി. പിന്നെ അവരൊക്കെ മരിച്ചിട്ട് കൊല്ലങ്ങളായി മരിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അച്ഛനെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. അച്ഛനെ നീ കൂട്ടാമിക്കരി. അതെ, അച്ഛനെ കൊണ്ടുപോകുമ്പോ സൈക്കിളും കൊണ്ടുപോകുമ്പോ ഭയങ്കര തമാശയുടെ. കാലത്ത് 5:30 നേരത്തെ പള്ളിയിലേക്ക് ആളുകൾ പോകില്ല, പള്ളിയിലേക്ക് ആളുകൾ വരിവരിയായിട്ട് പോകില്ല. അപ്പോൾ തീ കേട്ടാ, ഒരു മിനിറ്റ് കേട്ടാ, തീ കത്തിച്ചോട്ടെ. ഇനി ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. വെളിച്ചെണ്ണ അധികം ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇടുന്നത്. വെളുത്തുള്ളി ഇത്തിരി അധികമായി. വെളുത്തുള്ളി അധികം ഇട്ടോ കുഴപ്പമില്ല, മാപ്പിളമാർ ക്രിസ്ത്യാനികൾ കണ്ടമാനിടും. എന്തിനാ കൂട്ടാൻ വയ്ക്കണേൽ എന്തിനാ ജാതി പറയണേ? ജാതി പറയുന്നതല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഇവരരച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും അവർ നന്നായി വെളിച്ചെണ്ണ നന്നായി ആക്കും, മനസ്സിലായ? എന്നിട്ടാണ് അതിലാണ് പാചകം അവരെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രഞ്ജനിയില്ലേ, അപ്പോൾ പള്ളിയിലേക്ക് ഒരു 4 ആളുകൾ പോയിട്ട് 4 എന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ളം ഉണ്ടാക്കിയിട്ട് നല്ല പ്രായമായിട്ടുള്ളവർ, അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള അച്ഛൻ നല്ല പ്രായമുണ്ട്. അപ്പോൾ അഭിനയിച്ച് കാണിച്ചിട്ടില്ല, ഞാൻ ചെറിയ ചെക്കനാണ് കേട്ടോ. അങ്ങനെ സൈക്കിളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം ഞങ്ങളിലൂടെയാണെന്നുകൊണ്ട് അത് പറഞ്ഞിട്ടുള്ളതെന്നുണ്ട്. നമ്മൾ ഇത് സൈക്കിളുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഒക്കെ ഏറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ 4 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിൽ 4 പേര് പള്ളിയിലേക്ക് പോകണവരുണ്ട് കേട്ടോ. അവർ 4 പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അത്രയ്ക്ക് വീതിനി, ആ റോഡിൽ 4 പേര് ഈ കയ്യകലത്തിൽ ഇങ്ങനെ ഒരാൾ വിടാൻ. ഓട്ടക്കാരില്ലേ, ഇപ്പോൾ 100 മീറ്ററിൻ്റെ ഓട്ടത്തിന് എങ്ങനെ നിൽക്കും, ആ ഗ്യാപ്പിൽ ഇട്ടിട്ടുള്ള പോലെയാണ് ഇവർ 4 പേര് നടക്കുക, നിരന്നിട്ട് പോവുക. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിൽ കഷ്ടിയാണ്.
സീറ്റിൽ ഇരുന്നിട്ട് കാലത്തിൽ കഷ്ടിയ അപ്പുറത്തെ കാലത്തിൽ കഷ്ടിയ. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ ചാടി തണ്ടുമ്മ കുത്തിയിട്ട് വേണം ഇരിക്കണെങ്കിൽ. അപ്പോൾ ബാക്കിലുള്ള ആള് കനുള്ള ആളാണെങ്കിൽ ബാലൻസ് പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ചേട്ടന് എത്ര വയസ്സുണ്ട്? എനിക്ക് വേണമെങ്കിൽ ഒരു 13 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 13 വയസ്സ് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൈക്കിളുമേ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ദിവസവും കിണി ഇവര് 5:30 നേരം തന്നെ ഉണ്ടല്ലോ, ഈ ബെല്ലടിച്ച് എൻ്റെ കൈ കഴിക്കും. ഇവർ മാറില്ല. എന്നിട്ട് നമ്മളെന്നൊരു ചെയ്യാൻ നോക്കിയാൽ ഇതിങ്ങനെ ഈ വെട്ടൊഴിച്ചാൽ എൻ്റെ ഈ സൈഡി കൂടെ എടുക്കും. അപ്പൊ അച്ഛന് പേടിയാണ്. കാരണം ഇപ്പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മറയും. എനിക്ക് ഇപ്പുറത്തേക്ക് കാലത്തില്ലല്ലോ. നമ്മളിപ്പോ ഈ ഇടത് സൈഡിലേക്ക് അല്ലേ കാല് ഇങ്ങനെ അമർത്താം. അപ്പൊ ഇങ്ങനെ മറയും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണേ. ഈ പോണ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസം ഇല്ലേ, പോണ ദിവസങ്ങളിലൊക്കെ ഇതാണ് പരിപാടി. ഇവര് മാറില്ല ബെല്ലടിച്ചിട്ട്. പിന്നെ ഇവരെ എങ്ങനെയും അന്താരാഷ്ട്ര കാര്യങ്ങൾ വർത്താനം പറഞ്ഞിട്ട് നടക്കാം. ലോകത്തുള്ള എല്ലാ ബഗാശി പണ്ടത്തെ ഈ എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മറ്റേ ശ്രീലങ്ക കരാറിനെയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അവരുടെ അന്ന് അവർ പേപ്പർ വായിക്കുന്നവരും അറിവുള്ളവരും അവർ ഒരു ദിവസം ഇങ്ങനെയായിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബെല്ലടിച്ച് എന്നിട്ട് ഇവർ മാറണില്ല. അന്നാണ് അച്ഛൻ്റെ രൗദ്രഭാവം ഞാനത്. ബെല്ലടിച്ച് മാറാണ്ടായി. ഇപ്പം അച്ഛൻ സൈക്കിളിൽ നിന്ന് ബാക്കിൽ നിന്ന് കാരിയറിൽ നിന്ന് ചാടി ഇറങ്ങി ഇവരെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരു അമ്പരപ്പ് തെറി. എനിക്ക് കണ്ണീന്ന് വെള്ളം വരെ എനിക്ക് കേൾക്കുമ്പോൾ ചിരി വരത്. ഞാനാണ് സൈക്കിളുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇതുമ്പോൾ കാല് കുത്തി ഇങ്ങനെ നിന്നു. ഒരു നോൺ സ്റ്റോപ്പ് തെറി. ഇവരെ 4 പേരെ മര്യാദയ്ക്ക് വഴി കൂടെ ആര് എന്ത് വണ്ടി വന്നാലും അല്ല വണ്ടികളില്ല, എന്ത് സൈക്കിൾ വന്നാലും ഇവർ മാറില്ല. നമ്മുടെ ഇത് മാത്രമല്ല. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പിന്നെ അവര് നോക്കിയേ നമ്മുടെ സാധാരണ വരിയായിട്ട് നടക്കില്ലേ, അസംബ്ലിക്ക് പോണ പോലെ അതുപോലെ അവർ നടത്തതിൽ മാറ്റം വന്നു. അല്ല ചില കാര്യങ്ങൾക്ക് ശരിക്ക് പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. എനിക്ക് ചിരി വരെ കണ്ണീർ വെള്ളം വരെ അത് പറയുന്നത് ഭാഗം ആലോചിക്കുമ്പോഴേ കൊല്ലം 10 ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഊഹിക്കാം. നല്ല അടിയേക്കാളും ഗുണം ചെയ്യും നമ്മുടെ ഇവിടെ വീട്ടിലുള്ള എല്ലാ അമ്മമാര് പണ്ടത്തുള്ള അമ്മമാരെ എല്ലാവരും അമ്മയാണ് കൂടുതൽ തെറി പറയാ. അമ്മ അച്ഛൻ തെറിയൊന്നും പറയില്ല. അച്ഛൻ ഈ ഗതി കെട്ടണ മാത്രം പറയുള്ളൂ, അല്ലാണ്ട് അച്ഛൻ തെറിയൊന്നും പറയില്ല. പറഞ്ഞിട്ടുണ്ട് സജീവ് മോനേന്ന് വിളിക്കണേക്കാളും കൂടുതൽ മക്കളൊക്കെ തെറി പറയാ. ഈ പ്രദേശത്ത് അമ്മ സ്നേഹം വന്നാലും തെറിയ പറയാ. അത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ തെറിയൊന്നും കേട്ട് ശീലിച്ചിട്ടില്ല. തെറി നമ്മൾക്ക് ആകെപ്പാടെ ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളവരായിട്ട് അവിടെ ഒരു പ്ലാവ് ഉണ്ട്. ആ പ്ലാവ് അവരെ പറമ്പിലേക്ക് പോയി. പിന്നെ ഇവിടെയാണ് അവിടെയാണ് ഇതിന്റെ ഒരു വഴക്കിടയ്ക്ക് നടക്കും. അപ്പോൾ ആണ് നമ്മൾ തല്ലൂട്ടം കാണുന്നത്. ആ തല്ലൂട്ടത്തിന്റെ സമയത്താണ് ഈ തെറി കേൾക്കുക. അപ്പൊ എന്നെ തോന്നുന്നൊരു അങ്ങനെ ഞങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടി മുന്നിൽ തന്നെ വന്ന് മൂട്ടിപ്പിക്കുക അവിടെ നിന്ന്. അങ്ങനെ പട്ടി തെണ്ടി അങ്ങനത്തെ വാക്കുകൾ വരെ ഞങ്ങൾക്ക് വലിയ തെറികളാ. അതുവരെ ഞങ്ങൾ പറയില്ല. അങ്ങനെയായിരുന്നു. എനിക്കിവിടെ വന്നിട്ട് അമ്മ തെറി പറയുമ്പോഴേ സ്നേഹത്തിലാണ് അമ്മ തെറി പറയാ, നമ്മളെ ഭയങ്കര സ്നേഹത്തില്. അപ്പൊ നമുക്ക് സങ്കടം വരും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ. അപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞത് നമ്മള് അഭിമാന പുരുഷരം തന്നെ പറയട്ടത്. അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ തെറി പറയുക. പണ്ടത്തെ അമ്മമാര് കണ്ടമാനം എല്ലാ വീട്ടിലും 6-7 മക്കളുണ്ടാവും. ഇവറ്റകളൊക്കെ ഒതുക്കി നിർത്തണമെങ്കിൽ തെറി പറഞ്ഞേ മതിയാവൂ. അവർ മറ്റേ പറയില്ലേ, ബിന്ദു പണിക്കര് പറയില്ലേ, അവിടെ 0 ഡിഗ്രി സെൽഷ്യസിന് അവിടെ മദ്യം കൂടിയേ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ തെറി കൂടിയേ മതിയാവും. കാരണം ഇവറ്റകളെ ഒക്കെ ഒതുക്കി നിർത്തണമെങ്കിൽ അതിട്. പക്ഷെ വേറൊരു കാര്യം വരുമ്പോ സബോളയും പച്ചമുളകും അരിഞ്ഞിട്ടൂട്ടാ. അപ്പൊ നിരഞ്ജനിയിലേ ബാക്കിയുള്ള അമ്മമാരൊന്നും അത്രയ്ക്കധികം തെറി പറയുന്ന ആളുകളല്ല. പറയും അവര് പണ്ടാറക്കാലാന്നുള്ള വിളികളല്ല വീട്ടിൽ നിന്നും കേൾക്കാം പിള്ളേർ. അതറിയില്ല, അതിലപ്പുറമാണ് പോകുന്നത്. അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അമ്മ ഇതിലെല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. പക്ഷെ വഴക്ക് കൂടില്ലേ,
പരസ്പരം തർക്കങ്ങളും വഴക്കുകളും എല്ലാം ഇപ്പം ഭയങ്കര സ്നേഹത്തിലുള്ള കുടുംബം എല്ലാ അയലോക്കാരൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ വഴക്കുണ്ട് നടക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ കമ്പനിയായിട്ട് പിടിക്കുന്നത് ചൂലുഴിയിലും ഓലമടയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പനിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അല്ലാണ്ട് അത് ഉള്ളിൽ നടക്കില്ല. പക്ഷെ ഇങ്ങനത്തെ വഴക്കുണ്ടാകുമ്പോൾ അമ്മ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ സമയത്ത് അവരാണ് തെറിയുടെ പൂരം നടത്താം. ഏത് മറ്റുള്ള അമ്മ സ്നേഹം വരുമ്പോഴേ തെറി പറയുള്ളൂ, ദേഷ്യം തെറി പറയില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അമ്മ തെറി പറയില്ലേ അമ്മ. അല്ല, നാട്ടിൻ പുറത്ത് അതൊക്കെ ഒരു ഉത്സവമാണ്. ഭയങ്കര രസകരമായി കൊണ്ടാടുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ അയലോക്കങ്ങളിൽ വഴക്ക് നടക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് ഓടി ചെല്ലും കാണാൻ വേണ്ടി. എല്ലാവരും ഉണ്ടാവും. നാട്ടുകാർ മുഴുവൻ ഉണ്ടാവില്ല ഇവർ വഴക്ക് കാണാനായിട്ട്. ഇവിടെ ഒരു അടുത്ത് 2 പേരെ വീടുണ്ട് കേട്ടോ. അവര് ഏതായാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിർത്തി ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇതിപ്പോ അവരെ 2 പേര് ഒരാളെ വീട് ഇവിടെ, ഒരാളെ വീട് ഇവിടെ. ഇത് നടുവിൽ ഒരു വേലി പോലെ. അപ്പോൾ ഇവർക്ക് 2 പേര് കൂടിയുള്ള കിണാറ് ഇങ്ങനെയാണ് കിണാറ്. അതായത് ഇവര് ഇവിടുന്ന് വെള്ളം കോരും, ഇവര് ഇവിടുന്ന് വെള്ളം കോരും. ഈ 2 പേരും കൂടിയുള്ള കിണാറാണത്. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ ഇവർക്ക് പശുക്കളുണ്ട്. ഇവരെന്താ ചെയ്യാൻ അതിൽ കൊണ്ടുപോയി ചാണം കലക്കും കിണറ്റില്. ഇവര് കൊണ്ടുപോയിട്ട് മണ്ണ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ കലക്കും. 2 പേരും വെള്ളം കോരി കുടിക്കണത് ഈ കിണറ്റിൽ നിന്ന് തന്നെ. ഇപ്പുറത്ത് നിന്നിട്ട് മറ്റേ ഈ പൊന്മുട്ടിയുടെ താറാവിലത്തെ പോലെ സത്യന്തികാടിൽ വഴക്കണതല്ല, മറ്റേ ഈ കൃഷ്ണൻകുട്ടി നായരും ഇന്നസെൻ്റ് KPC ടീമുകൾ വഴക്ക് കൂടുന്ന പോലെയാണ് ഇവിടെ എല്ലാ ദിവസവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഇത് റോഡിന് കേട്ടോ, ഈ റോഡിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി കാണാനായിട്ട് ഭയങ്കര രസമാണ്. അടിയിലേക്കൊന്നും പോലില്ല, വായ കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് മുഴുവൻ നടക്കുക. അല്ല, എന്താ പ്രശ്നം ചോദിച്ചിട്ട് അതൊന്നും പ്രശ്നമില്ല. അത് അവിടുത്തെ കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഇവിടെ തുടങ്ങും, ഇവിടെ വീഴും. അതിങ്ങനെ മാറി അത് ഓണം പെരുന്നാൾ എന്ന് പറഞ്ഞ പോലെ നാട്ടുകാർ മുഴുവൻ ആഘോഷിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അത് വരും ചെയ്യും. അത് അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ എനിക്ക് ആ കാലഘട്ടമൊക്കെ ആലോചിക്കുമ്പോഴേ കണ്ണീന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ രസമേ കണ്ണീന്ന് വെള്ളം വരും നമുക്ക്. പൊന്മുട്ടിയുടെ താറാവിലത്തെ ആ ഡയലോഗ് ഇവിടെ നിന്ന് എടുത്താൻ സംശയം ഈ വഴക്കുന്നത്. ഞാൻ ഡയലോഗ് പറയണില്ലേ, അത് കൃഷ്ണൻകുട്ടി പണിക്കര ഇങ്ങോട്ട് വന്നിന്ന് പറയില്ലേ കൃഷ്ണൻകുട്ടി നായര്. അതാ ഇതിലെ ആട്ടല് മാത്രമല്ലോ, ആട്ടലല്ല സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഗംഭീര, ഇതിൽ പറയാൻ പറ്റില്ല. അത് ഇവിടെ നടന്നിട്ടുള്ള സംഭവം. കൃഷ്ണൻകുട്ടി നായര് ആ കിടക്കുന്ന എണീറ്റ് വരുന്ന സീനാണ് അതിനെ പറ്റിയ മ്യൂസിക്. അല്ല, അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എല്ലാവരും എഴുതി വെച്ചാണ് സ്ക്രിപ്റ്റ് അതുപോലെ ആയിരിക്കും ആ കാലഘട്ടവും അല്ലേ. അതന്നെ. നാളെ SBMലേക്ക് പോയപ്പോ ഡോക്ടർക്ക് അതിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോക്ടറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ. ഞങ്ങൾ അതൊക്കെ വിട്ടുട്ടാ. ആ സമയത്തൊക്കെ പിന്നൊരു ഇതുണ്ടായിരുന്നു അല്ലേ, പ്രതീക്ഷ. പിന്നെ അത് അവിടെ ഇരിക്കേണ്ട സ്ക്രിപ്റ്റ് ഇടയ്ക്ക് ചേട്ട പൊടി തട്ടി വായിച്ചു നോക്കിയിരുന്നിട്ട്. അല്ല, എന്നിട്ട് അവര് അതിന്റെ നിർമ്മാതാക്കള് സംസാരിച്ചപ്പോ അവര് പറഞ്ഞേ ഒരാളോട് സംസാരിച്ചപ്പോ അയാള് പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്താ മതി, അതിന്റെ പൈസ തരും. നമുക്ക് ഇടപെടാൻ പാടില്ലേ. അവരത് എങ്ങനെ വേണമെങ്കിൽ കഥേനെ മാറ്റും, ഡയലോഗിനെ മാറ്റും. അവരുടെ ഒരു അതില് സംവിധായകരുണ്ട്, നമ്മളൊന്നും അറിയില്ല, കഥ തരിക. ചിലപ്പോ സിനിമ വരുമ്പോ നമ്മുടെ കഥയൊന്നും ആവില്ല, കൊറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. കഥ കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. അല്ല, അത് ഡോക്ടർ തന്നെ പറഞ്ഞു അവരോട്, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. നമ്മളെന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാരൊന്നല്ല നമ്മൾ ചെയ്യാനായിട്ട്. അവർ ചെയ്യണ കോമഡികളും ഇതൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഷോർട്സുകളില്ലേ, അതൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടു നോക്കുക, അവരങ്ങനെ ഒന്നും അതിനെക്കുറിച്ച് അറിയാത്തവരൊന്നല്ല എന്ന് പറഞ്ഞിട്ട്. അത് അവർ കണ്ടോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ അത് റിലീസായി നമ്മൾ എന്താ പറയാ, അതന്നെ
സിനിമയാക്കാൻ പറ്റിയില്ല, ആർക്കും കൊടുക്കില്ല അല്ലേ. നമുക്ക് പറ്റി അതായത് നമ്മുടെ മനസ്സിലാണ് എല്ലാ കഥ ഇത് കിടക്കുന്നത്. നമ്മള് ചേട്ടൻ ഈ വീഡിയോകളിലും ചരിത്രത്തിലൊക്കെ ഒന്നും പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അതിലുണ്ട്. അതിലെഴുതിയിട്ടുള്ളത് കൊണ്ടാണ് അതൊന്നും പറയാത്ത കൊറേ തമാശകൾ അല്ലേ. അതെന്താ വെച്ചാൽ ഫുള്ള് നമുക്ക് ഒരു പൊന്മുട്ടിയുടെ താറാവ് സിനിമ നമ്മളിപ്പോൾ കണ്ടിരിക്കില്ലേ, അന്നും കണ്ടിരിക്കില്ലേ, എന്ത് രസമായിട്ട് കണ്ടിരിക്കുക, അതേപോലത്തെ ഒരു സാധനം അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴെങ്കിലും അതിൻ്റെ നിർമ്മാതാവ് വരും, നമ്മളെ അന്വേഷിച്ച് വരും, നിൻ്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും എന്ന് പറയില്ലേ, അതുപോലെ വരും, തേടി വരും കണ്ണുകൾ എന്ന് പറയാം. അത് വരും. ചക്കേ ഇത് നമ്മുടെ വിയറ്റ്നാം എയർലിയാ. ഇത് അണ്ണാർക്കണ്ണ മാന്തി തുടങ്ങിയണ്ട ഒരെണ്ണം ഫുള്ള് തിന്നു കഴിച്ചു. ഫുള്ള് തിന്നു. അപ്പൊ ഇതിന് പഴുത്തത് അല്ല, ഇതിന് ഇത് ഇരുന്നിട്ട് ഈ കട ഇതിലേക്ക് കേടില്ല, ഇത് ഉള്ളിലേക്ക് ഇറങ്ങും. ഇനിയുള്ള ചക്കകളിൽ വല്ല ചാക്കൊണ്ടായാലും കെട്ടി വെക്കുക കേട്ടല്ല, പോലും നമുക്ക് മര്യാദക്ക് കിട്ടില്ല. ഇതിന് കേട് വരാണല്ലോ ഇതില്ല. ഈ തവണയില്ലേ നമ്മുടെ പ്ലാമ ചക്കിൻ്റെ ആയിക്കൊണ്ടില്ലേ കണക്കില്ല ചേട്ടാ. എല്ലാ പ്ലാവുമ്പിലും നിറച്ച് ചക്കേൻ്റെ ആയിക്കൊണ്ടത്. നിങ്ങൾ ചാക്ക തിന്ന് തവിട് പൊടിയാവുമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാവുകൾ ഇന്ന് ഇത്തവണ ഇറക്കി പോകുന്നത്. ഇതെങ്ങനെ നോക്കട്ടെ, വിയറ്റ്നാം എയർലി ഒരു ചക്ക അണ്ണറക്കണ്ണന്മാർ പൊരിച്ചു. അത് ഇത്തിരി വലിയ ചക്കയായിരുന്നു തേങ്ങ. ഇത് പഴുക്കാനായിട്ട് സമ്മതിക്കില്ല സാധനങ്ങൾ. രസമുണ്ട് കേട്ടോ. നമ്മുടെ നിതിന സന്ധ്യ ബിജു അയ്യോ ഇവിടെ ഒരു ഉളുപ്പിൽ പെട്ടെന്ന് പറയണേ ക്യാമറാമാനോട് പറയാൻ. ക്യാമറാമാനെ ഇടയ്ക്കിടയ്ക്ക് ഇതാ കോഴിക്കൂടിൻ്റെ മുകളിൽ വെക്കണ ബോഗംവില്ലയും കീകംവില്ലയൊക്കെ ഒന്ന് നന്നായി കാണിച്ചു തരാൻ. ആ അതൊക്കെ കാണട്ടെ ഇന്ന്. അപ്പം നമ്മുടെ ഈ ബോഗംവില്ല ഭംഗിയായി തുടങ്ങിയിട്ടാ. ഇതൊക്കെ രണ്ടെണ്ണ കടലാസ് പൂവിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ലേ? ആ അതെ കണ്ട നമ്മുടെ കടലാസ് പൂവിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുന്നംകുളത്തെ. ഇങ്ങനത്തെ കുറച്ചെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ വെക്കായിരുന്നു. ആ ഇതിപ്പോ മരം പോലെ ആക്കാമായിരുന്നു. ചേട്ടൻ മതിലൊരുത്ത് വെക്കാ. ആ നല്ല ഭംഗിയായി. ഇത് പിങ്ക് വാങ്ങിച്ചിട്ട് വെക്കാം. പിങ്കും വെള്ളയും ഇടകലർത്തി വെക്കാം ഫ്രണ്ടിൽ. സന്ധ്യ ബിജു ഇപ്പോൾ തൊട്ട് കമന്റ് ഇടല് കുറവാ. ഞാൻ വിചാരിച്ചു പരീക്ഷ ടൈമൊക്കെ ആയ കാരണം പിള്ളേരെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും, വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ നാളെ കമന്റ് ഇട്ടുണ്ടായിരുന്നു TV-ലാണ് കാണണേ. അമ്മായിമ്മേനെയും കൂടി ഇരുത്തി കാണിപ്പിക്കണ്ടെന്ന്. അപ്പോ അത് കാരണം കൊണ്ടാണ് കമന്റ് ഇടാത്തത്. കുറേ പേര് കുറേ പേരെ കാണാനില്ലാത്തത് അവര് TV-ൽ കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ചിലവരൊക്കെ കുറേ നാൾ കൂടുമ്പിടും. TV-ൽ കാണുന്നത് കൊണ്ടാണ് കേട്ടോ കമന്റ് ഇടാത്തത്. പിന്നെ കമന്റ് ഇടാൻ ഫോൺ എടുക്കാൻ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ആരും ഇടില്ല. അതെ അവരെ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയാണ് അതൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാൻ. അതെ ഇന്നലെ ആയിരുന്നു. അതെ ഇന്നലത്തെ വീഡിയോന്റെ കമന്റ്സ് ഞാൻ നോക്കിയിട്ടില്ലേ. ആ പാട്ട് കേട്ടില്ലേ, ചെട്ടിക്കുളങ്ങര ഭരണി നാളി. അതാണ് ഈ പാട്ട് പാടി നടന്നോടത് ഇന്നലെ തൊട്ട്. ആ ഞാൻ കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് ചെട്ടിക്കുളങ്ങര എന്നുള്ള വാക്ക് വായിൽ വീണു, പിന്നെ അതിന് പോയില്ല. അപ്പൊ അങ്ങോട്ട് ചെട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ എവിടെയാ? കൊല്ലം വശത്തല്ലേ, ആലപ്പുഴ കായംകുളം വശ. അപ്പൊ അവിടെയാണ് സന്ധ്യ ബിജുവിന്റെ വീട് അല്ലേ. കണ്ടാലവളൊരു തണ്ടുകാരി മിണ്ടിയാൽ കൊല്ലുന്ന കോപക്കാരി. ആ പാടിയ പാട്ടൊന്ന് പാടി. അറിയണ പോലെ പാടിയ ചേട്ടാ പാടി നടക്കണ്ടായിരുന്നു ഇന്നലെയൊക്കെ. കണ്ടാലവളൊരു തണ്ടുകാരി മിണ്ടിയാൽ കൊല്ലുന്ന കോപക്കാരി. വരി നോക്കട്ടെ എന്നിട്ട് പാടാം. അല്ലെ മറ്റൊരു സ്വൈര്യണ്ടാവില്ലേ, കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരയ്ക്ക് എന്നെക്കാൾ കഷ്ടം ചേട്ടൻ. അതിപ്പോ പാട്ടിന്റെ വരികൾ അറിയണമെന്നോ ട്യൂണ് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ചിലതിന്റെ ഒക്കെ ട്യൂണ് ചേട്ടൻ തന്നെ ഇടും. ചില പാട്ടൊക്കെ പാടുമ്പോ ഞാൻ വിചാരിക്കും ദൈവം ഈ പാട്ടിന്റെ ട്യൂൺ ഇങ്ങനെ ഒന്നല്ലല്ലോ എന്ന് വിചാരിക്കും. ചേട്ടന് ഇഷ്ടമുള്ള പോലത്തെ ഹമ്മിങ് ഒക്കെ ഇടയിലൊക്കെ ചേർത്തിട്ടൊക്കെയാ പാടാ. മറ്റേ പാട്ട് ആ പാട്ട് ഇന്നലെ മിഞ്ഞാന്ന് എന്നങ്ങോട്ട് പാടി നടക്കണ്ടായിരുന്നല്ലോ. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. ആ പാട്ട് അത് അകലെ അകലെയാ സൗന്ദര്യത്തിൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹമ്മിങ് ഇല്ലേ, അതങ്ങനെ ചേട്ടൻ പാടാറ്.
അല്ല എനിക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലേ? അത് വേറെ ഏതൊക്കെയോ തരത്തിലൊക്കെ അത് പക്ഷെ പാടും വിടില്ല. ഇതൊരു വിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ നമ്മള് കിട്ട് പരത്തി വെച്ചിട്ടില്ലേ അതിലിടാണ്. ഇതിൽ ശരിക്കും ഒറ്റ തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ചിക്കൻ കഴുകി നന്നായിട്ട് വാല വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ പരത്തി വെക്കാൻ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ചിക്കൻ പരത്തി വെച്ചപ്പോൾ ഇടാൻ മറന്നത് നീ? അല്ലല്ല, ചിക്കൻ പരത്തി വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. തരിയും കൂടി ഉപ്പിടാം. ചോറ് ഊറ്റിക്കോട്ടെ, ചോറ് തവിട് പൊടിയുണ്ടാവും. ചോറ് ഒഴിക്കാം. വെന്തു ചോറ് മൂടിക്കാം. ഈ അരിയിലെ തവിട് കുറവാ. തുറന്നിട്ട് ഇളക്കാല്ലേ? അതായത് ഇളക്കി കഴിഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത് ഇളക്കാലേ. അല്ല, അത് തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ഇളക്കില്ലേ. അവിടെ എന്താ പറയുക, ദിലീപ് പറയില്ലേ, എന്നാൽ അങ്ങക്ക് സംഭവമാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് മാറി ഇരുന്നുള്ളൂ എന്ന് പറയില്ലേ. കല്യാണ രാമനിൽ പറയില്ലേ, ഇവരോട് പറയില്ലേ, നബീനായരോട് പറയില്ലേ, കെട്ടി നിൽക്കുന്നു. തുറന്നേ എന്തൊരു ചെയ്യാനാ? ഉപ്പിടാനാ? മസാല ഇടണം, മസാലപ്പൊടി. അതെ, തുറക്കണം. ആ മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? മസാല കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ? എന്താ കുറച്ച് കഴിഞ്ഞിട്ട് പോരാ? മസാലപ്പൊടി ഇട്ടിട്ടേ നന്നായിരുന്നു ഇളക്കിയിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് വേവില്ല സാധനം. അന്ന് ഞാൻ വെച്ചപ്പോഴേ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തിരി കൂടി കളർ ഉണ്ടായിരുന്നു. കാശ്മീരി മുളക് പൊടി കൊണ്ടിട്ട് ഇട്ടോ? അത് ഇടാണ് ഇത്തിരി കളർ ഉണ്ടാവും കേട്ടോ. മറന്നുപോയി. അല്ല, വേണമെങ്കിൽ ഇട്ടോളാം. ആരൊന്നും പറയുന്നില്ലേ കാശ്മീരി മുളക് പൊടി ഇട്ടോ. അല്ലി ചേച്ചിയുടെ പാചകത്തിൽ മുഴുവൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുക കൂടുതൽ. ശരിയാ, കൂടുതലും കളർ ഉണ്ടാവും. അത് കാരണം കൂട്ടാൻ. ഞാനേ ജഗ്ഗുവിന് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടാ. അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു, അവന് സ്കൂളിൽ പോകണമെന്ന്. ചേട്ടാ അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോട്ടാ ചിക്കൻ. ഞാൻ ഇപ്പം ഇളക്കിയപ്പോഴേ വെള്ളം ഇറങ്ങണ്ടേ. പോക 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 പോക. ഇത് പറ്റിച്ചെടുക്കല്ലേ വേണ്ട? അല്ല, ഒന്ന് വേവട്ടെ കുറച്ച് സമയം കൂടി. പോക എന്തു ഇറച്ചി വറ്റി തുടങ്ങി. ഇനി കുറച്ച് നേരം തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അതെ, ഇതിൽ എരിവ് അല്ല, എരിവല്ല, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിട്ടാ. എരിവ് ഉപ്പ് എല്ലാതും പാകാം. എനിക്ക് ഈ ടൈപ്പിലാണ് ഇഷ്ടം കേട്ടോ. അപ്പം അല്ലാണ്ട് ഇനി ഇത് ഡ്രൈ ആണത് ഇഷ്ടമല്ലേ? അടിപൊളിയാ. അതിങ്ങനെ വരണ്ട് ഇങ്ങനെ വരണം, അപ്പോഴാണ് അത് ചിക്കൻ പുരട്ടാവുള്ളൂ. ചിക്കൻ പുരട്ടൊന്നും വേണ്ട. പിന്നെ ശരിക്കും നമ്മൾ സബോളയും സാധനങ്ങളൊക്കെ വഴറ്റിയില്ലേ, അതിൽ നാളികേരക്കൊത്തും കൂടി ഇട്ട് വരട്ടണം. അങ്ങനെയുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യാം. അതും കൂടി ഇടണം കേട്ടാ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. ഇത് വറ്റി വറ്റി ഇങ്ങനെ വരട്ടി വറ്റി ഉണ്ടല്ലോ, ശരിക്കും ടേസ്റ്റ് ഉണ്ടാവണത് നമ്മൾ സ്റ്റൗമ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാക്കുമ്പോഴാണ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇത് വരും, സമയമെടുത്ത് പതുക്കെ കനലിൽ കിടന്നായി വരും, കറുപ്പ് കളറായിട്ട് വരും. ഇങ്ങനെ ഞാൻ പറഞ്ഞത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാവുമ്പോൾ അടിയെ പിടിക്കില്ലല്ലോ. ഇത് പിഞ്ചിയുടെയും ഇതും പിന്നെ പൊടികളൊക്കെ ഇങ്ങനെ ഈ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ ഒരു കോട്ടിങ് വരും. മറ്റേ അടിയെ പിടിക്കില്ല. ആ കഷ്ണത്തുമ്പോൾ നന്നായിട്ട് പൊതിഞ്ഞിങ്ങനെ വരും, ആയി വരും തോറും. ഇതാവൊക്കെ ചെയ്യും. ചേട്ടൻ ഇപ്പൊ തിരക്ക് പിടിച്ചിട്ട് ഇരിക്കണം. ചേട്ടൻ ഇതാവില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ ഇഷ്ടം. അപ്പൊ അങ്ങനെ കഴിക്കും. ചൂട് ജഗ്ഗു കഞ്ഞി കുടിക്കുക. ജഗ്ഗുവിന് പിന്നെ വേറെ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. സ്കൂളുണ്ടേ, അത് കാരണം ഇപ്പോഴെന്നെ കലക്കനായിട്ട് കേട്ടാ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് ആയി എടുക്കാം. ഇങ്ങനത്തെ കൂട്ടാൻ വെക്കണ ദിവസം എന്ന് പറഞ്ഞാൽ വേറെ കൂട്ടാൻ വേണം ചോറിനാനായിട്ട്. ഇത് കൂടി ചോറിനൊന്നും പറ്റില്ല. അന്ന് പിന്നെ ഞാൻ മീൻ കൂട്ടാനും പിന്നെ കുമാരേച്ചി വരുമ്പോൾ മറ്റേ ഇത് വെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളീരെ തീയൽ. അപ്പോൾ അത് ചോറിന് അതുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ വെച്ചത്. ഡ്രൈ ആയിട്ട് ഇരുന്നോട് നിന്ന് കൂട്ടാൻ. കുറച്ച് സമയം ഇങ്ങനെ കിടക്കണം, ചെറുതീയിൽ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നാളെ കൊത്തു പൊക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ. ഇതിങ്ങനെ കിടന്നിട്ട് കനലിലിങ്ങനെ കിടക്കട്ടെ കേട്ടോ. തീയൊന്നും കത്തിക്കാനില്ല. കനലിലിങ്ങനെ കിടന്ന് അതിങ്ങനെ കറുപ്പ് കളറായിട്ട് ഇങ്ങനെ വരും.